എവറി വൺ, എല്ലാവർക്കും KS ഇൻസൈറ്റ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പറയുന്ന വിഷയം പൂർത്തിയാക്കി കഴിഞ്ഞു. എന്നാൽ ഞാൻ പറഞ്ഞിരുന്നു അതിൽ ചില ഭാഗങ്ങൾ ഞാൻ വിട്ടുപോയിട്ടുണ്ട്. അതായത് നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന ചില ഈവൻറ്റുകൾ. അത്തരത്തിലുള്ള ഈവൻറ്റുകളിൽ ഒന്നാണ് ഇന്ത്യൻ ദേശീയ പതാകയുടെ രൂപീകരണം, അല്ലെ എങ്ങനെയാണ് ഇന്ത്യൻ ദേശീയ പതാക ഉടലെടുത്ത് നമ്മൾ ഇന്ന് കാണുന്ന ദേശീയ പതാക ആയിട്ടുള്ളത് എന്നുള്ള കാര്യം. അപ്പോൾ KS എക്സാമിൻ്റെ സിലബസിൽ നമുക്കിത് മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പറയുന്ന പീരീഡിൽ തന്നെ പെടുത്താം. കാരണം ആ ഒരു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പീരീഡിൽ തന്നെയാണ് ഈ ഒരു സ്വാതന്ത്ര്യ പതാകയും നമ്മുടെ ദേശീയ പതാകയും ഉയർന്നു വന്നിരിക്കുന്നത്. അപ്പോൾ 10th ലെവൽ പ്രിലിമിനറി എക്സാമിൻ്റെ സിലബസിലും ഈ ഒരു ഭാഗം പറഞ്ഞിട്ടുണ്ട്. അതായത് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നതിൽ നിങ്ങൾക്ക് നോക്കാം, 4ാമത്തേതിൽ നിങ്ങൾക്ക് കാണാം ദേശീയ പതാക എന്നുള്ളത്. അപ്പോൾ ഈ ഒരു രണ്ട് എക്സാമിനെയും കൺസിഡർ ചെയ്തിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട്, അതായത് ഈ ഒരു ഭാഗത്ത് നിന്ന് ചോദ്യം വന്നു കഴിഞ്ഞാൽ ഏത് തരത്തിലുള്ള ചോദ്യങ്ങളായാലും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു ക്ലാസ് തയ്യാറാക്കിയിട്ടുള്ളത്. അതായത് രണ്ട് പരീക്ഷകൾക്കും ഉപകാരപ്പെടുന്ന രീതിയിൽ. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇന്ത്യയുടെ ദേശീയ പതാക ഉടലെടുത്തത്, എങ്ങനെയാണ് നമ്മൾ ഇന്ന് കാണുന്ന പതാകയിലേക്ക് എത്തിയത്, അതിനുശേഷം കേരള PSC ഇതിനു മുന്നിലുള്ള പരീക്ഷകളിൽ ചോദിച്ച 2-3 ചോദ്യങ്ങൾ കൂടി നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ ഈ ഒരു ഏരിയ വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഈ ഒരു ഭാഗത്ത് തന്നെ 3-4 ചോദ്യങ്ങൾ ഞാൻ ഈ ഒരു സ്ലൈഡിൽ തന്നെ കാണിക്കുന്നുണ്ട്. ഇതിലും കൂടുതൽ ചോദ്യങ്ങൾ വിവിധ പരീക്ഷകളിലായിട്ട് വന്നിട്ടുണ്ടാവും. അപ്പം നമ്മുടെ ദേശീയ പതാകയുടെ ഒരു ഉത്ഭവത്തെ കാണിക്കുന്ന ഒരു സ്ലൈഡാണിത്. ഇതിൽ നിങ്ങൾക്ക് 6 ദേശീയ പതാകകൾ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ആദ്യത്തെ പതാക എന്ന് പറയുന്നത് 1906 തുടക്കം വരുന്നത്. അന്നാണ് നമ്മൾ ദേശീയ പതാകയും അതിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള ആശയങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഈ ഒരു ഫ്ലാഗ് ഒക്കെ എന്ന് പറഞ്ഞാൽ അൺഒഫീഷ്യൽ ഫ്ലാഗാണ്, അംഗീകരിച്ചതൊന്നുമല്ല. ആ ഒരു സമ്മേളനം കൂടുന്ന സമയത്ത് ആൾക്കാർ ഉപയോഗിച്ചിരുന്ന ഫ്ലാഗ്. അപ്പോൾ ആദ്യത്തെ ഫസ്റ്റ് നാഷണൽ ഫ്ലാഗ് എന്ന് വിളിക്കാവുന്നത് നമുക്ക് 1906 ഉപയോഗിച്ച ഫ്ലാഗാണ്. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ മുകളിൽ കാണുന്നത് പച്ചയും മഞ്ഞയും ചുവപ്പും നിറത്തിലുള്ള. അപ്പോൾ ഇത് കൊൽക്കത്ത സെഷനിലായിരുന്നു. അപ്പോൾ കൊൽക്കത്തയിലെ ഗ്രീൻ പാർക്കിൽ ഇത് ഉയർത്തുകയും ചെയ്തു. അപ്പോൾ നമ്മൾ ഓർത്തു വെക്കേണ്ട ആദ്യത്തെ ഫ്ലാഗ് വരുന്നത് 1906 കൊൽക്കത്ത സെഷനിലാണെന്ന് ഓർത്തു വെക്കണം. അതിൻ്റെ അടുത്ത് 1907 ഫ്ലാഗ്, ഈ ഒരു ഫ്ലാഗ് നിങ്ങൾ ഓർമ്മിച്ച് വെക്കണം. കാരണം ഈ ഒരു ഫ്ലാഗ് ഇന്ത്യയിലല്ല ഉയർത്തിയിരിക്കുന്നത്, അത് ജർമ്മനിയിലാണ് ഉയർത്തിയിരിക്കുന്നത്. ഒരു ഇന്ത്യക്കാരിയാണ് മാഡം കാമ. അപ്പോൾ മറ്റൊരു രാജ്യത്തിൻ്റെ വേദിയിൽ അല്ലെങ്കിൽ മറ്റൊരു രാജ്യത്ത് വെച്ച് ഇന്ത്യൻ പതാക ഉയർത്തിയ ആദ്യത്തെ സംഭവമാണിത്. അപ്പോൾ അതിൽ വന്ദേ മാതരം എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ വന്ദേ മാതരം എന്താണെന്ന് നമ്മൾ ഓൾറെഡി അറിയാം. അപ്പോൾ ഈ ഒരു വന്ദേ മാതരം എന്ന് പറയുന്ന മുദ്രാവാക്യവുമായിട്ടുള്ള നമ്മുടെ ഈ ഒരു ദേശീയ പതാക 1907 ജർമ്മനിയിൽ ഉയർത്തിയ ആളുടെ പേര് വളരെ പ്രധാനപ്പെട്ടതാണ്. ആ പേരൊന്ന് ഓർത്തു വെക്കണം, മാഡം കാമ. അപ്പോൾ 1907 വിദേശ രാജ്യത്ത്, അതായത് ജർമ്മനിയിൽ വെച്ച് ഇന്ത്യൻ പതാക ഉയർത്തിയത് മാഡം കാമയാണെന്ന് ഓർത്തിച്ചു വേണം. അതിനുശേഷം 1917 ഉപയോഗിച്ചിരുന്ന ഫ്ലാഗാണ് വലതുവശത്ത് കാണിച്ചിരിക്കുന്നത്. ഇത് നമുക്കറിയാം ഹോം റൂൾ മൂവ്മെന്റ് ഉണ്ടായിരുന്നു, അതായത് 1ാം ലോക മഹായുദ്ധത്തിന്റെ സമയത്ത്. അപ്പോൾ ഹോം റൂൾ ലീഗ് മൂവ്മെന്റിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആനി ബസന്റും ലോകമാന്യ തിലകും ആയിരുന്നു ഇതിന്റെ നേതൃത്വത്തിലുണ്ടായിരുന്നത്. ഇവരുപയോഗിച്ചിരുന്ന ഫ്ലാഗാണ് 1917 ഈ ഒരു ഫ്ലാഗ്. അതിൽ നമുക്കറിയാം ബ്രിട്ടന്റെ ആ ഒരു പതാകയുടെ ഒരു ഭാഗമൊക്കെ അതിൽ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ആ ഒരു ഫ്ലാഗ് 1917 നമ്മൾ ഉപയോഗിച്ചിരുന്നു. അപ്പോൾ ഈ ഒരു ഫ്ലാഗ് അത്ര പ്രധാനപ്പെട്ടതല്ല, പക്ഷേ ഹോം റൂൾ ലീഗിന്റെ ഭാഗമായിട്ട് ഈ ഒരു ഫ്ലാഗ് ഉപയോഗിച്ചിരുന്നു. പിന്നീടുള്ളതാണ് 1921 ഫ്ലാഗ്. അപ്പോൾ ഈ 1921 ഫ്ലാഗിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും, അതിൽ ഒരു ചർക്കയുടെ ചിത്രമൊക്കെ ഉണ്ട്. 1931 ഫ്ലാഗാണ് നിങ്ങൾ അടുത്തതായിട്ട് ഓർത്തു വെക്കേണ്ടത്. അതായത് നമ്മുടെ ഇന്നത്തെ ഇന്ത്യയുടെ ഫ്ലാഗുമായിട്ട് വളരെ സാമ്യമുള്ളതാണ്. എന്താണ് വ്യത്യാസം? അതിൽ നമ്മുടെ ഇന്നത്തെ ഫ്ലാഗിൽ അശോക ചക്രമാണ് നടുവിലുള്ളതെങ്കിൽ അതിൽ നിന്നും വ്യത്യാസമായിട്ട് അവിടെ ഒരു ചർക്കയാണുള്ളത്. അപ്പോൾ ഇത് 1931 കോൺഗ്രസ് കമ്മിറ്റി, ഏത് സ്ഥലമാണെന്ന് ഓർത്തു വെക്കണം, കറാച്ചിയിൽ. 1931 കറാച്ചിയിൽ നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ ഉപയോഗിച്ചിരുന്ന പതാകയാണിത്. അപ്പോൾ ഈ ഒരു പതാക ഡിസൈൻ ചെയ്ത ആളുടെ പേരാണ് പിംഗലി വെങ്കയ്യ. അപ്പോൾ ഈ ഒരു പതാകയാണ് പിന്നീട് ഇന്ത്യയുടെ പതാകയായിട്ട് ഉപയോഗിച്ചു പോകുന്നത്. പിന്നീട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് ഈ ഒരു ചർക്കയെ മാറ്റിയിട്ട് അവിടെ നമ്മുടെ അശോക ചക്രത്തെ സ്ഥാപിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ നമ്മുടെ ദേശീയ പതാകയുടെ ഏറ്റവും റൂട്ട് എന്ന് പറയുന്ന ഈ ഒരു 1931 പതാകയാണ്. കാരണം അതിനു മുന്നേയുള്ള 1906 1907 1917 1921 പതാക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ഡ്രാഫ്റ്റ് രൂപം അല്ലെങ്കിൽ അൺഒഫീഷ്യൽ ഫ്ലാഗ് ആയിരുന്നു. പക്ഷേ ഈ ഒരു 1931 ഫ്ലാഗ് അംഗീകരിച്ച ഫ്ലാഗാണ്. ആര്?
കോൺഗ്രസ് കമ്മിറ്റി അംഗീകരിച്ച ഫ്ലാഗാണ്. അപ്പോൾ 1931 ഓർത്തു വെക്കണം. എവിടെയായിരുന്നു സമ്മേളനം നടന്നത് ഓർത്തു വെക്കണം. അത് കറാച്ചിയിലാണ്. കറാച്ചി ഇന്ന് പാകിസ്ഥാനിലാണ്. അപ്പോൾ കറാച്ചിയിലാണ് നടന്നത്. അപ്പോൾ ആ പതാക ഡിസൈൻ ചെയ്ത ആളുടെ പേരും ഒന്ന് ഓർത്തു വെക്കണം. അത് പിംഗലി വെങ്കയ്യ എന്നാണ്. അപ്പോൾ ഇന്ത്യൻ ദേശീയ പതാകയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് പിംഗലി വെങ്കയ്യാണ്. പിന്നീട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ നമ്മുടെ ഈ ഒരു പതാകയിൽ ആ ഒരു ചർക്കയുടെ രൂപം മാറ്റിയിട്ട് അവിടെ നമ്മൾ അശോക ചക്രത്തെ വയ്ക്കുകയാണ് ചെയ്തത്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ത്രിവർണ്ണ പതാക അല്ലെങ്കിൽ 3 നിറത്തിലുള്ള ദേശീയ പതാക രൂപം കൊണ്ടു 1947. അപ്പോൾ ഇതാണ് നമ്മുടെ പതാകയുടെ ഉത്ഭവത്തെ സംബന്ധിച്ച ഒരു ഔട്ട്ലൈൻ. അപ്പോൾ ഇതിൽ ഓർത്തു വെക്കേണ്ടത് ആദ്യമായിട്ട് ഫ്ലാഗ് ഉപയോഗിച്ചത് 1906 കൊൽക്കത്ത സെഷനിലാണെന്ന് ഓർത്തു വെക്കണം. അതായത് വന്ദേ മാതരം എന്നെഴുതിയ ഫ്ലാഗ്. പിന്നീട് ഓർത്തു വെക്കേണ്ടത് ഇന്ത്യക്ക് പുറത്ത് ജർമ്മനിയിൽ ഇന്ത്യയുടെ പതാക ഉയർത്തിയ ആളുടെ പേര് മാഡം കാമ എന്നാണെന്നും അവർ 1907 ഉയർത്തിയെന്ന് ഓർത്തു വെക്കണം. പിന്നീട് ഓർത്തു വെക്കേണ്ടത് കോൺഗ്രസ് കമ്മിറ്റി അംഗീകരിച്ച ഫ്ലാഗ് 1931 കറാച്ചി സെഷനിലാണ്. ആ ഫ്ലാഗ് ഡിസൈൻ ചെയ്തത് പിംഗലി വെങ്കയ്യ ആണെന്നും ഓർത്തു വെക്കണം. പിന്നീട് നമ്മുടെ ഇന്നത്തെ ഫ്ലാഗ് 1947 വന്നു എന്നുള്ളത്. ഇനി നമുക്ക് ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നോക്കാം. അപ്പോൾ ആദ്യം കൊടുത്തിരിക്കുന്ന പിംഗലി വെങ്കയ്യയെ കുറിച്ചാണ്. അപ്പോൾ നമ്മൾ ദ ഫ്ലാഗ് മാൻ അല്ലെങ്കിൽ നമ്മുടെ ദേശീയ പതാക ഡിസൈൻ ചെയ്ത ആളുടെ എന്ന് അറിയപ്പെടുന്നത് പിംഗലി വെങ്കയ്യാണ്. അപ്പോൾ പിംഗലി വെങ്കയ്യയാണ് നമ്മൾ ഇന്ത്യയുടെ ദേശീയ പതാകയുടെ നിർമ്മാതാവ് എന്ന് വിളിക്കുന്നത്. ആ പേരൊന്ന് ഓർത്തു വെക്കണം. അടുത്തത് നമ്മുടെ ദേശീയ പതാകയുടെ 3 കളറുകൾ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു 3 കളറുകൾ നമ്മൾ റാൻഡം ആയിട്ട് സെലക്ട് ചെയ്തതല്ല. ഓരോ കളറിനും അതിൻ്റെതായ ഒരു പ്രത്യേകത കൽപ്പിച്ച് നൽകിയിട്ടുണ്ട്. അതായത് ഓരോ കളറും എന്തിനെ പ്രതിനിധാനം ചെയ്യുന്നു. അപ്പോൾ ഏറ്റവും മുകളിലുള്ള കളർ സാഫ്രോൺ കളറാണ്. സാഫ്രോൺ എന്ന് വെച്ചാൽ കുങ്കുമ നിറം എന്നാണ് നമ്മൾ പറയുന്നത്. സാഫ്രോൺ കളറാണ്. അപ്പോൾ ഈ ഒരു കുങ്കുമ നിറം അത് ചുവപ്പാണ്. അപ്പോൾ ചുവപ്പിന്റെ രൂപമാണ് ധൈര്യത്തിനെയും നമ്മുടെ ആ ഒരു സാക്രിഫൈസിനെയും അതായത് നമ്മുടെ ത്യജിക്കാനുള്ള ആ ഒരു ഇതിനെയും കാണിച്ചുകൊണ്ടിരിക്കുന്നു. അതായത് സാഫ്രോൺ കാണിക്കുന്നത് നമ്മുടെ ധീരതയും കറേജിനെയും ധീരതയും സാക്രിഫൈസിനെയുമാണ് സാഫ്രോൺ കളർ കാണിക്കുന്നത്. രണ്ടാമത്തത് വൈറ്റ് ആണ്. വൈറ്റ് നമുക്ക് എന്നറിയാം അത് സമാധാനത്തിന്റെ കളറാണ്. അപ്പോൾ സത്യത്തിന്റെയും പ്യൂരിറ്റിയും ശുദ്ധതയും കാണിക്കുന്നതാണ് വൈറ്റ്. അപ്പോൾ ആദ്യത്തേത് സാഫ്രോൺ റെഡ്, അത് ധൈര്യത്തെയും സാക്രിഫൈസിനെയും ത്യജിക്കാനുള്ള കഴിവിനെയും കാണിക്കുന്നു. ധൈര്യത്തെയും ത്യജിക്കാനുള്ള കഴിവിനെയും. വൈറ്റ് എന്ന് പറയുന്നത് സത്യത്തെയും പ്യൂരിറ്റിയെയും കാണിക്കുന്നു. ഗ്രീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഗ്രീൻ റെവല്യൂഷൻ എന്നറിയാം, അതായത് ഹരിത വിപ്ലവമൊക്കെ. അപ്പോൾ ഗ്രീൻ എന്ന് പറഞ്ഞാൽ പ്രോസ്പെരിറ്റിയാണ്, അതായത് വളർച്ചയാണ് അല്ലെങ്കിൽ കൃഷിയുടെ വളർച്ചയൊക്കെയാണ്. അപ്പോൾ അത് നമ്മുടെ വിശ്വാസത്തെയും നമ്മുടെ ഫലഭൂയിഷ്ഠതയും ഫെർട്ടിലിറ്റിയെയും വളർച്ചയും ഒക്കെ കാണിക്കുന്നു. അപ്പോൾ നമുക്ക് 3 കളറുകളുണ്ട്. 3 കളറുകൾ എന്താണെന്ന് ഓർത്തു വെക്കാം. ഒന്നാമത്തേത് സാഫ്രോൺ അല്ലെങ്കിൽ കുങ്കുമ നിറം. കുങ്കുമ നിറം നമുക്കറിയാം ചുവപ്പാണ്. ചുവപ്പ് രക്തമാണ്. അപ്പോൾ രക്തം എന്ന് വെച്ചാൽ ധൈര്യമാണ്, കറേജ് ആണ്, സാക്രിഫൈസ് ആണ്. അപ്പോൾ കറേജ് എന്ന് വെച്ചാൽ ധൈര്യം, സാക്രിഫൈസ് എന്ന് വെച്ചാൽ നമ്മളെ ത്യജിക്കാനുള്ള, അതായത് നമുക്ക് നഷ്ടപ്പെടുത്താനുള്ള, നമ്മൾ സാക്രിഫൈസ് ചെയ്യാനുള്ള നമ്മുടെ കഴിവാണ്. രണ്ടാമത്തേത് വൈറ്റ്. വൈറ്റ് എന്ന് പറഞ്ഞാൽ സമാധാനമാണ്. സമാധാനം സത്യമാണ്, പ്യൂരിറ്റിയാണ്, ശുദ്ധതയാണ്, പാല്, ശുദ്ധമായ പാല്, പ്യൂരിറ്റിയാണ്. മൂന്നാമത്തേത് ഗ്രീൻ, പച്ചയാണ്. അഗ്രികൾച്ചറിനെ ഓർമ്മിച്ച് വെക്കാം. അഗ്രികൾച്ചർ എന്ന് വെച്ചാൽ കൃഷി, ഗ്രീൻ റെവല്യൂഷൻ. അപ്പോൾ അത് ഫെയ്ത്ത്, വിശ്വാസത്തെയും നമ്മുടെ ഫലഭൂയിഷ്ഠതയെയും ഫെർട്ടിലിറ്റിയെയും നമ്മുടെ വളർച്ചയെയും ഗ്രോത്തിനെയും കാണിക്കുന്നു. അപ്പോൾ ഇതിന്റെ നടുവിലായിട്ട് നമ്മുടെ വെള്ളയ്ക്ക് നടുവിലായിട്ട് അശോക ചക്രമുണ്ട്. അപ്പോൾ ഈ ഒരു അശോക ചക്രം നമ്മുടെ വളർച്ചയെ, മോഷൻ ഓഫ് ഗ്രോത്തിനെയാണ് കാണിക്കുന്നത്. അപ്പോൾ അതിൽ 24 ആരക്കാലുകളുണ്ട് എന്നൊക്കെ നമുക്ക് പഠിക്കാം. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ വിശദമായിട്ട് ഇനിയും നോക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു സ്ലൈഡ് ഒന്ന് ഓർത്ത് വെക്കേണ്ട, ഇന്ത്യൻ ദേശീയ പതാക ഡിസൈൻ ചെയ്ത ആള് അല്ലെങ്കിൽ അതിന്റെ ശില്പി എന്ന് വിളിക്കുന്ന പിംഗലി വെങ്കയ്യ ആണ്. അപ്പോൾ നമ്മുടെ ദേശീയ പതാകയിൽ നമുക്കറിയാം 4 കളറുകളുണ്ട് മൊത്തത്തിൽ. ഒന്നാമത്തെ കളർ സാഫ്രോൺ, മേലത്തെ കുങ്കുമ നിറം. കുങ്കുമ നിറം എന്തിനെയാണ് കാണിക്കുന്നത്? ധൈര്യത്തെയും സാക്രിഫൈസിനെയാണ് കാണിക്കുന്നത്. നടുവിലെ വെള്ള നിറം വൈറ്റ്, അത് ട്രൂത്തിനെയും പ്യൂരിറ്റിയാണ്, സത്യത്തെയും ശുദ്ധതയുമാണ് കാണിക്കുന്നത്. ഗ്രീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസത്തെയും ഫലഭൂയിഷ്ഠതയും വളർച്ചയുമാണ് കാണിക്കുന്നത്. നാലാമത്തെ നിറം നമ്മുടെ ഈ ഒരു അശോക ചക്രത്തിന്റെ നിറമാണ്. അത് നേവി ബ്ലൂ കളറാണ്. അപ്പം നീല കളറാണ്, നേവി ബ്ലൂ കളറാണ്. അപ്പോൾ ആ നീല കളർ എന്തിനാണ്? മോഷൻ ഓഫ് ഗ്രോത്ത്, നമ്മുടെ വളർച്ചയെയാണ് കാണിക്കുന്നത്. അപ്പം നമ്മുടെ ഗ്രോത്തിന്റെ ആ ഒരു മോഷൻ, ചലനത്തെയാണ് ഇത് കാണിക്കുന്നത്. അപ്പോൾ അതിൽ 24 ആരക്കാലുകളുണ്ട്, 24 കാലുകളുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ വിശദമായിട്ട് പഠിക്കും, എങ്ങനെയാണ് ഈ ഒരു അശോക ചക്രം വന്നത് എന്നൊക്കെ. അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ദേശീയ പതാക അത് കൃത്യമായിട്ട് നിർമ്മിക്കുന്നതിനും അത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നതിനെ കുറിച്ചുമൊക്കെ കൃത്യമായ കോഡുകളുണ്ട്. അപ്പം നമ്മുടെ ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള, നീളം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഏറ്റവും നീളം കൂടിയതാണ്. അപ്പം നമുക്ക് ഈ ഒരു ചിത്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നീളം കൂടിയെന്ന് വെച്ചാൽ നേരെയുള്ളത്, ഹൊറിസോണ്ടൽ ആയിട്ടുള്ളത്, ഇന്ത്യ എന്ന് എഴുതിയത് പോലെ. അപ്പോൾ ആ ഒരു നീളം കൂടിയത് 3
ആണ് വീതി തമ്മിലുള്ള അനുപാതം 3:2 അതായത് ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നീളം 3 സെന്റിമീറ്റർ ആണെങ്കിൽ വീതി 2 സെന്റിമീറ്റർ ആയിരിക്കണം. അപ്പോൾ ഈ ഒരു അനുപാതത്തിൽ മാത്രമേ നമുക്ക് ദേശീയ പതാക ഉണ്ടാക്കാൻ വേണ്ടി പറ്റുകയുള്ളൂ. അപ്പോൾ ആ റേഷ്യോ അല്ലെങ്കിൽ ആ ഒരു അനുപാതം ഓർത്ത് വെക്കണം, 3:2 ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു 15 സെന്റിമീറ്റർ നീളത്തിൽ ദേശീയ പതാക ഉണ്ടാക്കുന്നെങ്കിൽ അതിന്റെ വീതി എപ്പോഴും 10 സെന്റിമീറ്റർ ആയിരിക്കണം. കാരണം അവ തമ്മിലുള്ള അനുപാതം 3:2 ആയിരിക്കണം. അപ്പോൾ ഈ ഒരു ദേശീയ പതാകയെ നമുക്കറിയാം, നമ്മുടെ രാജ്യത്തേക്ക് അത് അംഗീകരിക്കണമെങ്കിൽ ഒന്നുകിൽ പാർലമെന്റ് അംഗീകരിക്കണം, അല്ലെങ്കിൽ ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിക്കണം. അപ്പോൾ ഈ ഒരു ദേശീയ പതാകയെ 1947 ജൂലൈ 22 നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ വരുന്നതിന് മുന്നേ, നിലവിൽ വരുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ദേശീയ പതാകയായിട്ട് ഈ ഒരു പതാകയെ, ത്രിവർണ്ണ പതാകയെ അംഗീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഡേറ്റ് ഒന്ന് ഓർത്ത് വെക്കണം, 1947 ജൂലൈ 22 എന്ന് ഓർത്ത് വെക്കണം. 1947 ജൂലൈ 22. അപ്പോൾ ഈ ഒരു സ്ലൈഡിൽ നിന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്ന നമ്മുടെ ആ ഒരു അശോക ചക്രത്തിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്കറിയാം ഈ ഒരു അശോക ചക്രം നമ്മൾ പല സ്ഥലത്തും കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് എവിടെ നിന്നാണ് എടുത്തത്? സാരാനാഥിലുള്ള അശോക സ്തംഭത്തിൽ നിന്നാണ് ഈ ഒരു അശോക ചക്രം എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു അശോക സ്തംഭത്തിന്റെ ചിത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു അശോക സ്തംഭത്തിൽ നിന്നാണ് പിന്നീട് നമ്മുടെ ദേശീയ മുദ്രയെ നമ്മൾ എടുത്തിരിക്കുന്നത്. അത് നമ്മളൊരു സെപ്പറേറ്റ് ക്ലാസ്സിലായിട്ട് എടുക്കുന്നതായിരിക്കും. അപ്പോൾ അശോക ചക്രം നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ആ ഒരു അശോക ചക്രത്തിന് 24 ആരക്കാലുകളുണ്ട്, 24 കാലുകളുണ്ട്. ആ കാലുകൾ അല്ലെങ്കിൽ അശോക ചക്രത്തിന്റെ നിറം എന്ന് പറഞ്ഞാൽ നേവി ബ്ലൂ ആണ്, നീല നിറത്തിലാണെന്ന് ഓർത്തു വെക്കണം. അതിൽ 24 കാലുകളുണ്ട്. ഈ ഒരു ദേശീയ പതാകയെ കുറിച്ച് നമ്മുടെ ഭരണഘടനയിൽ എവിടെ എന്തെങ്കിലും പറഞ്ഞിട്ടോ നോക്കാം. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്മുടെ ഭരണഘടനയിൽ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്ന ഭാഗമുണ്ട്, ഫണ്ടമെന്റൽ ഡ്യൂട്ടി എന്ന് പറയുന്ന ഭാഗമുണ്ട്. അപ്പൊ ഈ ഒരു ഫണ്ടമെന്റൽ ഡ്യൂട്ടി എന്ന് പറയുന്ന ഭാഗം അത് പാർട്ട് 4A ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ പാർട്ട് 4A നമ്മുടെ ആർട്ടിക്കിൾ 51A ക്ലോസ് എ എന്ന് പറയുന്ന ഭാഗത്തിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ദേശീയ പതാകയെ ബഹുമാനിക്കുക അല്ലെങ്കിൽ നമ്മുടെ ദേശീയ ഗാനത്തെ ബഹുമാനിക്കുക എന്ന് പറഞ്ഞാൽ ഏതൊരു ഇന്ത്യൻ പൗരന്റെയും ഡ്യൂട്ടി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടെ ആർട്ടിക്കിൾ 19 ക്ലോസ് 1 ക്ലോസ് എ ഉണ്ട്, അത് ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. ആർട്ടിക്കിൾ 19 ക്ലോസ് 1 ക്ലോസ് എ, അതിൽ ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. അതായത് ഫ്രീഡം ഓഫ് സ്പീച്ച്, നമുക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അത് പറയാനും നമ്മുടെ എക്സ്പ്രസ് ചെയ്യാനുള്ള, പുറത്ത് കാണിക്കാനുള്ള ഇതുണ്ട്. അപ്പോൾ നമ്മുടെ ദേശീയ പതാക ഉയർത്തുക എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തോട് നമുക്കുള്ള ആ ഒരു ബഹുമാനത്തെയും സ്നേഹത്തെയും ആദരവിനെയും ഒക്കെ കാണിക്കുന്ന ഒരിതാണ്. അപ്പോൾ ഈ ഒരു ആർട്ടിക്കിൾ പ്രകാരം നമുക്ക് നമ്മുടെ ദേശീയ പതാക ഉയർത്തുന്നതിനുള്ള അവകാശമുണ്ട്. അപ്പോൾ നമ്മൾ ഇത് ഡീറ്റെയിൽ ആയിട്ട് ഓർത്തു വെക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഇത്രമാത്രം മനസ്സിലാക്കിയാൽ മതി. ഫണ്ടമെന്റൽ ഡ്യൂട്ടിയിലും ഫണ്ടമെന്റൽ റൈറ്റ് പ്രകാരവും നമുക്ക് ദേശീയ പതാകയെ കുറിച്ച് പരാമർശമുണ്ടെന്ന് മാത്രം ഓർത്തു വെച്ചാൽ മതി. അപ്പോൾ ഫണ്ടമെന്റൽ ഡ്യൂട്ടിയിൽ പറഞ്ഞിട്ടുണ്ട് ദേശീയ പതാകയെ നമ്മൾ ബഹുമാനിക്കണമെന്ന്. ഫണ്ടമെന്റൽ റൈറ്റിൽ നമുക്ക് എന്ത് റൈറ്റ് ഉണ്ട്? ദേശീയ പതാക ഉയർത്തുവാനുള്ള റൈറ്റ് ഉണ്ട്. പണ്ട് അങ്ങനെ ആയിരുന്നില്ല, പണ്ട് ഗവൺമെന്റൽ ഓഫീസുകൾക്ക് മാത്രമേ അങ്ങനെ ചെയ്യാൻ പറ്റുമായിരുന്നു. പിന്നീട് സുപ്രീം കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിലാണ് എല്ലാവർക്കും ദേശീയ പതാക ഉയർത്താൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അപ്പൊ അത്ര വിശദമായിട്ടൊന്നും വേണ്ട, നമ്മൾ ഈ ഒരു ബേസിക് ഔട്ട്ലൈൻ മാത്രം ഓർത്താൻ വെച്ചാൽ മതി. അപ്പൊ നമ്മളിത് ഓർത്തു വെക്കേണ്ടത്, നമ്മൾ ഈ അശോക ചക്രം എടുത്തിരിക്കുന്നത് അത് സാരാനാഥിലെ അശോക സ്തംഭത്തിൽ നിന്നാണ്. അപ്പൊ ഇതില് നേവി ബ്ലൂ കളറാണ്, നീല കളറാണ്, അതിന് 24 ആരക്കാലുകളുണ്ട്. അപ്പോൾ ഈ ഒരു അശോക സ്തംഭത്തിനെ കുറിച്ചൊക്കെ നമ്മൾ മൗര്യൻ കാലഘട്ടത്തിൽ വിശദമായിട്ട് പഠിച്ചിട്ടുണ്ട്. നമ്മുടെ ദേശീയ ചിഹ്നത്തെക്കുറിച്ച് ഒരു ക്ലാസ് ഞാൻ തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ക്ലാസ് എടുക്കുന്ന സമയത്ത് ഞാൻ വിശദമായിട്ട് അശോക സ്തംഭത്തെക്കുറിച്ച് പറയുന്നതായിരിക്കും. പിന്നെ ഫണ്ടമെന്റൽ ഡ്യൂട്ടിയിലും ഫണ്ടമെന്റൽ റൈറ്റിലും ഇതിനെക്കുറിച്ച് പരാമർശമുണ്ടെന്ന് ഓർത്തു വെക്കുക. ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ദേശീയ പതാക നമുക്ക് പ്ലാസ്റ്റിക്കിലൊക്കെ ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. നമ്മൾ സാധാരണ സ്വാതന്ത്ര്യ ദിനം വരുന്ന സമയത്ത് നമുക്കറിയാം, നമുക്ക് പ്ലാസ്റ്റിക് കടലാസുകളിലൊക്കെ ആയിട്ട് ദേശീയ പതാക കിട്ടും. പക്ഷേ നിയമപ്രകാരം അത്തരത്തിലൊന്നും തന്നെ ദേശീയ പതാക ഉണ്ടാക്കാൻ പാടില്ല. ദേശീയ പതാക ഉണ്ടാക്കേണ്ടത് ഖാദിയിൽ മാത്രമാണ്. അപ്പോൾ ഓർത്തു വെക്കണം, ഓപ്ഷനിൽ പ്ലാസ്റ്റിക്കിൽ ഉണ്ടാക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ചെയ്ത് ഖാദി എന്ന് പറയുന്ന മെറ്റീരിയൽ, അത് നമുക്ക് ഖാദി അറിയാം. അപ്പോൾ ഈ ഒരു ഖാദിയിൽ മാത്രമേ നമ്മുടെ ദേശീയ പതാക ഉണ്ടാക്കാൻ വേണ്ടി പാടുകയുള്ളൂ എന്ന് ഓർത്തുക്കണം. അപ്പോൾ നമ്മുടെ ദേശീയ പതാകയുടെ ഉപയോഗം, നിർമ്മാണം എന്നിവയെ സംബന്ധിച്ചൊക്കെ പറയുന്ന ഒരു നിയമമുണ്ട്. അതിനെയാണ് ഫ്ലാഗ് കോഡ് ഓഫ് ഇന്ത്യ 2002 എന്ന് പറയുന്നത്. അപ്പോൾ അതിലാണ് നമ്മുടെ ദേശീയ പതാകയുടെ ഉപയോഗത്തിനെ കുറിച്ചും നിർമ്മാണത്തിനെ കുറിച്ചും അതിന്റെ ആ റേഷ്യോ ഒക്കെ പറഞ്ഞില്ലേ, 3:2 ഇതൊക്കെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു,
നമ്മുടെ ദേശീയ പതാക ഉയർത്തുന്നത് മുമ്പ് സർക്കാർ ഓഫീസുകളിലൊക്കെ മാത്രമേ പറ്റുള്ളൂ. പക്ഷേ പിന്നീട് സുപ്രീം കോടതിയുടെ ഉത്തരവ് പ്രകാരം ഇപ്പോൾ എല്ലാ പ്രൈവറ്റ് സിറ്റിസൺസിനും അവരുടെ സ്ഥലത്ത്, അവരുടെ ഇഷ്ടമുള്ള സ്ഥലത്ത് ദേശീയ പതാകയെ ഉയർത്താൻ വേണ്ടിയുള്ള അവകാശമുണ്ട്. അപ്പോൾ അതും ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. ഇനി അടുത്ത് ചോദിക്കാൻ പറ്റുന്ന ഒരു ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യൻ ദേശീയ പതാകയുമായിട്ട് സാമ്യമുള്ള ദേശീയ പതാക ഏത് രാജ്യത്തിൻ്റെതാണ്? അപ്പോൾ ഇന്ത്യൻ ദേശീയ പതാകയായിട്ട് സാമ്യമുള്ള 3 ദേശീയ പതാകകൾ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഐവറി കോസ്റ്റ് ഉണ്ട്, അയർലൻഡ് ഉണ്ട്, നൈജർ എന്ന് പറഞ്ഞ രാജ്യമുണ്ട്. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ കോമൺ ആയിട്ടെന്ന് പറഞ്ഞാൽ ആ കളറാണ്. അപ്പം കളറിൽ നോക്കിക്കഴിഞ്ഞാൽ ഐവറി കോസ്റ്റും അയർലൻഡും കുറച്ച് വ്യത്യാസമുണ്ട്. അതേ നിറത്തിലുള്ളതാണെങ്കിൽ ഇവ 3 വരും. കുറച്ചുകൂടി സാമ്യം വരുന്നത് നൈജറാണ്. അപ്പം ഓപ്ഷനിൽ നൈജർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അതായത് ഇന്ത്യൻ ദേശീയ പതാകയായിട്ട് സാമ്യമുള്ള ദേശീയ പതാക. അപ്പോൾ ഇത്രയും മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ഈ ദേശീയ പതാകയെ കുറിച്ച് ഏകദേശം എല്ലാ ഭാഗങ്ങളും കവർ ചെയ്തു. അപ്പോൾ ഞാൻ എടുത്ത കാര്യങ്ങളൊന്ന് വേഗത്തിൽ റിവൈസ് ചെയ്യാം, പ്രധാനപ്പെട്ട പോയിന്റുകൾ മാത്രം പറഞ്ഞുകൊണ്ട്. അപ്പോൾ ആദ്യമായിട്ട് ദേശീയ പതാക ഉപയോഗിക്കുന്നത് 1906 കൊൽക്കത്ത സെഷനിലാണ്. അപ്പോൾ നമ്മൾ കൊൽക്കത്തയിലെ ഗ്രീൻ പാർക്കിൽ അത് ഉയർത്തുകയും ചെയ്തു. പിന്നീടുള്ളത് 1907 തൊട്ടടുത്ത വർഷം ജർമ്മനിയിൽ മാഡം കാമ അത് ഉയർത്തുകയും ചെയ്തു. അപ്പോൾ ഒരു വിദേശ രാജ്യത്ത് ഇന്ത്യൻ ദേശീയ പതാക ആദ്യമായിട്ട് ഉയരുന്നത് മാഡം കാമ 1907 ഓർത്തു വെക്കണം. പിന്നീടുള്ള ഓർത്തു വെക്കേണ്ടത് 1931 കറാച്ചി സെഷനിൽ പിംഗലി വെങ്കയ്യ ഡിസൈൻ ചെയ്ത ദേശീയ പതാക കോൺഗ്രസ് കമ്മിറ്റി അംഗീകരിച്ചു. അത് ഇന്ത്യയുടെ ദേശീയ പതാകയായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങി. അതിൽ ചർക്കയാണ് ഉണ്ടായിരുന്നതെന്ന് ഓർത്തു വെക്കണം. പിന്നീട് ഈ ഒരു ദേശീയ പതാകയിൽ ചർക്കയെ മാറ്റി നമ്മുടെ അശോക ചക്രത്തെ വെച്ചിട്ട് നമ്മുടെ ദേശീയ പതാകയായിട്ട് നമ്മൾ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി അംഗീകരിച്ചു. അപ്പം നമ്മുടെ ദേശീയ പതാക ഡിസൈൻ ചെയ്ത ആളുടെ പേര് പിംഗലി വെങ്കയ്യ എന്നാണെന്ന് ഓർത്തു വെക്കണം. നമ്മുടെ ദേശീയ പതാകയിൽ 4 നിറങ്ങളുണ്ടെന്ന് ഓർത്തു വെക്കണം. 3 അല്ല 4 നിറങ്ങളുണ്ട്. ആദ്യത്തേത് സാഫ്രോൺ നിറം, അപ്പോൾ കുങ്കുമനിറം. ഈ ഒരു കുങ്കുമനിറം ധൈര്യത്തെയും നമ്മുടെ സാക്രിഫൈസിനെയും, ത്യജിക്കാനുള്ള കഴിവിനെയും കാണിക്കുന്നു. വൈറ്റ് പ്യൂരിറ്റിയാണ്, ശുദ്ധതയാണ്, സത്യമാണ് എന്ന് ഓർത്തു വെക്കണം. പാല്. ഗ്രീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹരിത വിപ്ലവത്തെ ഓർത്തു വെക്കണം. ഗ്രീൻ കളറ്. പച്ച നിറം, അത് കൃഷിയെ ഓർത്തു വെക്കണം. ഫെയ്ത്ത്, വിശ്വാസം, ഫെർട്ടിലിറ്റി, ഗ്രോത്ത്. പിന്നെ 4ാമത്തെ നിറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നേവി ബ്ലൂ കളറിലുള്ള അശോക ചക്രമാണ്. ഈ ഒരു അശോക ചക്രം അത് നമ്മുടെ രാജ്യത്തിന്റെ വളർച്ചയെ കാണിക്കുന്നു, മോഷൻ ഓഫ് ഗ്രോത്തിനെ കാണിക്കുന്നു. നമ്മുടെ ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അനുപാതം 3:2 ആണ്. ഈ ഒരു ദേശീയ പതാകയെ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി, ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ച ഡേറ്റ് 1947 ജൂലൈ 22 ഓർത്തു വെക്കണം. അതിനുശേഷം നമ്മുടെ ഈ ഒരു അശോക ചക്രത്തെ എടുത്തിരിക്കുന്നത് സാരാനാഥിലെ ലയൺ ക്യാപിറ്റലിൽ നിന്നാണ് ഓർത്തു വെക്കണം. അത് അശോക ചക്രവർത്തി സ്ഥാപിച്ചതാണ്. അപ്പോൾ അത് ഞാൻ വിശദമായിട്ട് നമ്മുടെ ദേശീയ മുദ്ര വരുന്ന സമയത്ത് പഠിക്കുന്നതായിരിക്കും. അപ്പോൾ അശോക ചക്ര നേവി ബ്ലൂ കളറിലാണ്. അതിൽ 24 ആരക്കാലുകളുണ്ട്. നമ്മുടെ ഫണ്ടമെന്റൽ ഡ്യൂട്ടിയിലും ഫണ്ടമെന്റൽ റൈറ്റിലും നമ്മുടെ ദേശീയ പതാകയെക്കുറിച്ച് നമുക്ക് അവകാശങ്ങളുണ്ടെന്ന് ഓർത്തു വെക്കണം. നമുക്ക് ഡ്യൂട്ടി ഉണ്ട്, എന്ത്? ദേശീയ പതാകയെ ബഹുമാനിക്കണം. ഇനി ഓർത്തു വെക്കേണ്ട, ദേശീയ പതാക ഉണ്ടാക്കാൻ പറ്റുന്ന മെറ്റീരിയൽ ഖാദി മാത്രമാണ്. നമ്മുടെ ദേശീയ പതാകയുടെ ഉപയോഗത്തെയും നിർമ്മാണത്തെയും കുറിച്ചൊക്കെ പറയുന്ന ഒരു കോഡ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു നിയമം എന്ന് പറയുന്ന ഫ്ലാഗ് കോഡ് ഓഫ് ഇന്ത്യ 2002 ഇന്ത്യയിലെ ഫ്ലാഗ് കോഡ് എന്ന് ഓർമ്മിച്ചു വെച്ചാൽ മതി. കൂടാതെ എല്ലാ പ്രൈവറ്റ് സിറ്റിസൻസും, എല്ലാ ആൾക്കാർക്കും അവരുടെ പ്രദേശത്ത് ഈ ഒരു ദേശീയ പതാക ഉയർത്തുന്നതിനുള്ള അവകാശം എന്ന് ഓർത്തു വെക്കണം. നമ്മുടെ ദേശീയ പതാകയായിട്ട് ഏറ്റവും സാമ്യമുള്ള ദേശീയ പതാക എന്ന് പറഞ്ഞാൽ നൈജറിൻ്റെതാണെന്ന് ഓർത്തു വെക്കണം. അപ്പം ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമുക്ക് ദേശീയ പതാകയിൽ നിന്നും ചോദിക്കുന്ന ഏകദേശം ഒരു 95% ചോദ്യങ്ങളും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിൽ നിന്ന് പുറത്തു നിന്ന് ദേശീയ പതാകയെക്കുറിച്ച് ഒരു ചോദ്യം വരാനുള്ള സാധ്യത വളരെ അപൂർവമാണ്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു പോയിന്റുകളെല്ലാം കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ദേശീയ പതാകയിൽ നിന്ന് വരുന്ന ചോദ്യങ്ങളെല്ലാം കിട്ടും. ഇനി ഞാൻ പറഞ്ഞതുപോലെ ഒരു 3 ചോദ്യങ്ങളാണ് ദേശീയ പതാകയെ കുറിച്ച് ചോദിച്ചിട്ടുള്ളത്. ഒന്നാമത്തത്, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ പതാകയെ, ത്രിവർണ പതാകയെ അംഗീകരിച്ച കോൺഗ്രസ് സമ്മേളനം എവിടെ വെച്ചാണ് നടന്നത് എന്നാണ് ചോദ്യം. അപ്പോൾ ഇതിന്റെ ഉത്തരങ്ങൾ ഞാൻ പറയുന്നില്ല. ആ ഒരു ചോദ്യത്തിൽ ഓപ്ഷൻസ് തെറ്റായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അവിടെ ഓപ്ഷൻസ് ചേർത്തത്. പിന്നെ അടുത്ത ചോദ്യം, ഇന്ത്യയുടെ പതാക സാർവദേശീയ വേദിയിൽ ആദ്യമായി ഉയർത്തിയ വനിത ആരാണെന്നാണ്. ഇന്ത്യൻ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തതാണ്. ഇത് 3ഉം PSCക്ക് ഓൾറെഡി ചോദിച്ച ചോദ്യങ്ങളാണ്. അപ്പോൾ ഈ ഒരു ചോദ്യങ്ങൾ കാണുമ്പോൾ ഈ ഒരു ഏരിയയുടെ പ്രാധാന്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നിന്ന് ഈ ഒരു ഉത്തരങ്ങൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്നറിയും. നിങ്ങൾക്ക് താഴെ ഓപ്ഷൻ അത് കമന്റ് ചെയ്യാവുന്നതാണ്. ഈ ഒരു ഓപ്ഷൻ, 1ാമത്തെ ചോദ്യം, 2ാമത്തെ ചോദ്യം, 3ാമത്തെ ചോദ്യം ഏത് ഓപ്ഷനാണെന്ന്. അപ്പം നിങ്ങൾക്ക് ഇത് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് നോട്ട് ചെയ്തെടുക്കുക, കൃത്യമായിട്ട് പഠിക്കുക. ദേശീയ പതാക എന്ന് പറയുന്ന ഭാഗത്തു നിന്നൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ അത് 10th ലെവൽ പ്രിലിമിനറി എക്സാം ആയിക്കോട്ടെ, KAS എക്സാം ആയിക്കോട്ടെ, ഈ ഒരു ഏരിയയിൽ നിന്ന് പുറത്തു പോകാനുള്ള സാധ്യത വളരെ വിരളമാണ്. അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ഗുഡ് ബൈ, ഓൾ ദി ബെസ്റ്റ്.